ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് റിയൽ മീഡിയ അഗൈൻ. ഞാൻ ഇന്ന് വന്നത്, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്. പക്ഷേ വണ്ടി ഓടിക്കുന്നവർ മിക്കവാറും ആൾക്കാർക്ക് ഇതിലെ കുറേ ഫങ്ഷൻസുകൾ എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ചില കാര്യങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അപ്പോൾ അതിലെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ, അതായത് എ സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എ സിയുടെ അവിടെ നമുക്കിങ്ങനൊരു നോബ് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു നോബ്, അതായത് നമ്മുടെ പൊസിഷൻ, എ സിയുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന നോബാണ് ഈ കാണുന്നത്. ഇത് സത്യത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് മിക്ക ആൾക്കാർക്കും അറിയത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡിലാണ് അല്ലേ. നമ്മൾ എ സി ഉപയോഗിക്കുന്നവരെല്ലാം ഈ ഒരു പൊസിഷനിലിട്ടാണ് എ സി ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ഇതുമാണ്. ഈ രണ്ട് മോഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചിലർ, മിക്കവാറും എല്ലാവരും ഈ ഒരു മോഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് എന്തിനാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇതെന്തിനാണെന്ന് അറിയത്തില്ല. ചിലരുടെ വാഹനം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അവർ മേടിച്ച കാലം തൊട്ട് ഈ സാധനം ഇതിലായിരിക്കും ഇരിക്കുന്നത്. ഇത് അങ്ങോട്ട് മാറി അനങ്ങിയിട്ട് പോലും ഉണ്ടാകത്തില്ല. ഈ നോബ് ചിലപ്പം തിരിച്ചാൽ പോലും തിരിയത്തില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കും ചില വണ്ടിയിലെ സാഹചര്യങ്ങൾ. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു നോബ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്നിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും, നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയാണല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എ സിയുടെ മോഡ്യൂൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ സിയുടെ കൺട്രോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ഉച്ച സമയമാണെന്ന് നമ്മൾ ഒന്ന് വിചാരിക്കുക. ഉച്ച സമയത്ത് നമ്മുടെ മുഖത്തോട്ട് ഒരിക്കലും നമ്മൾ എ സി ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ നല്ല ടയർഡ്നെസ് വരും, നല്ല ക്ഷീണം വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഉച്ച സമയങ്ങളിൽ നമ്മൾ യാതൊരു കാരണവശാലും ഈ ഒരു മോഡിലിട്ടിട്ട് നമ്മൾ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഉച്ച സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടാവും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അത്യാവശ്യം വെയിലുള്ള സമയത്ത് ഈ ഒരു മോഡിലിട്ട് വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ എന്നാണ് നമ്മുടെ ആഹാരം കഴിച്ച ശേഷം നമ്മൾ ലോങ് ഓടിക്കുമ്പോഴും ഈ ഒരു മോഡിലിട്ട് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യം ഈ മോഡിലിട്ട് ഒന്ന് ക്യാബിൻ ടെമ്പറേച്ചറും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മോഡൊന്ന് തിരിച്ച് നേരെ ഈ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരിക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിൻഡ് ഷീൽഡിൽ, അതായത് ഇവിടെ ഈ കാണുന്ന കൺസോളിനകത്തൂടായിരിക്കും എ സി വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അങ്ങേ അറ്റത്തെ ആ ഒരു കൺസോളിനകത്തുനിന്നും, അതേപോലെ ഇങ്ങേ അറ്റത്തെ ഈ ഒരു കൺസോളിനകത്തുനിന്നും ചെറിയതായിട്ട് കൂളിംഗ് വരും. പക്ഷേ നമ്മുടെ മുഖത്തോട്ട് ഒരിക്കലും എ സി അടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ഒഴിവാക്കി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മോഡ് മാക്സിമം യൂസ് ചെയ്യേണ്ടത് വെയിലുള്ള സമയത്തും, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മഴയുള്ള സമയത്തും ഈ ഒരു മോഡ് തന്നെ യൂസ് ചെയ്യുക. മഴയുള്ള സമയത്ത് നമ്മൾ ഈ ഔട്ട്സൈഡ് ഓണാക്കി കൊടുക്കണം. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അതായത് ഔട്ട്സൈഡ് എയർ, അതായത് ഔട്ട്സൈഡിലെ എയർ എടുത്ത് വേണം മാക്സിമം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അപ്പം ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ഇൻസൈഡ് ടെമ്പറേച്ചറും ബാലൻസ് ആയിട്ട് നമ്മുടെ ഈ വിൻഡ് ഷീൽഡ് അധികം ഫോഗ് ആകാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനി ഫോഗ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു മോഡ്, അതായത് എ സിയുടെ ഈ ഒരു നോബ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ടെമ്പറേച്ചർ ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കുക. ഇത് മാക്സിമം കോൾഡാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചറിലേക്ക് പോവും. അപ്പം ടെമ്പറേച്ചർ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം മോഡിൽ തന്നെ നമുക്ക് വിൻഡ് ഷീൽഡ് ഡീഫോഗ് ആക്കി ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഞാൻ ഈ പറയുന്നത് വെയിലുള്ള സമയത്ത് എങ്ങനെ ഓടിക്കണമെന്നാണ്. നമുക്ക് ക്ഷീണം വരാതെ ഓടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇനി ഈ ഒരു മോഡും നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. പിന്നെ ഇതെന്തിനാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഇത് ചെസ്റ്റ് എയറോട്ടും, അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ടും, അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തോട്ടുമുള്ള എ സി വെൻ്റ് ഓപ്പൺ ആക്കി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലയിലോട്ടും കൂളിംഗ് കിട്ടും, ഇതും കിട്ടും. അതായത് സാധാരണ വേർതിരിക്കുന്നതോ അല്ലെങ്കിൽ കാല് നനഞ്ഞിരിക്കുന്നതോ സമയത്ത് ഈ ഒരു മോഡ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു മോഡ് യൂസ് ചെയ്യല്ല. ഈ മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാബിനകത്ത് ഇച്ചിരി ഒരു സ്മെല്ല് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാല് വേർതിരിക്കുമ്പോൾ വേർപ്പിൻ്റെ സ്മെല്ല് നമുക്ക് ഇവിടെ അടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡ് കാല് വേർതിരിക്കുന്ന സമയത്ത് ഇടാതിരിക്കാൻ ശ്രമിക്കുക.
കാല് ചൂടായി വിയർക്കുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് കാല് സോക്സോ അല്ലെങ്കിൽ ഷൂവോ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്മെല്ലടിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ മോഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതും അതിന് തന്നെയുള്ളതാണ്. കാലിലോട്ട് മാത്രമായിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമുക്ക് ഇടാനുള്ളത്. പക്ഷേ ഈ ഒരു മോഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് അധികം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലയിലോട്ടും വിൻഡ് ഷീൽഡിലോട്ടും, അതായത് ഇവിടോട്ടും നമുക്ക് AC കിട്ടാൻ വേണ്ടിയുള്ള മോഡാണ് ഈ ഒരു കാണുന്ന മോഡ്. അപ്പം ഇതും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇതും സാധാരണഗതിയിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലയിലോട്ട് ടെമ്പറേച്ചർ വരുന്നുണ്ട്, അല്ലെങ്കിൽ കാലയിലോട്ട് നമുക്കൊരു ഇച്ചിരി ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാൽ വേർത്ത് തുടങ്ങിയിട്ടില്ല കാല്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു മോഡും നമുക്ക് ചൂടുകാലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മേളി വിൻഡ് ഷീൽഡിലും അതുപോലെ തന്നെ കാലയിലോട്ടും നമുക്ക് അത്യാവശ്യം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് കൂളിംഗ് കിട്ടാൻ ഒരു വകുപ്പുണ്ട്. അപ്പം നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് ഈ ഒരു മോഡാണേ. അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു മോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അത്യാവശ്യം കൂളിംഗ് ഇട്ടിട്ട് നമ്മൾ AC 1 2 ഫാൻ ആക്കുക. ഇനി ഇച്ചിരൂടെ ക്യാബിനിൽ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ AC-യുടെ ഫാനിൻ്റെ കൺട്രോൾ ഒന്ന് കൂട്ടി കൊടുക്കുക. അതായത് 3 4 ഇടാം. ഓക്കെ, എന്നിട്ട് ഇൻസൈഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇൻസൈഡ് എയർ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. മാക്സിമം നമുക്ക് ഈ ഒരു സമയത്ത് ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ നമുക്ക് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇപ്പോൾ മിക്കവാറും ആക്സിഡൻറ്റുകൾ നടക്കുന്നത് ലോങ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മുഖത്തോട്ട് AC ഇട്ടിട്ട്, അതായത് ഈ ഒരു മോഡിൽ ഉച്ച സമയത്തോ അല്ലെങ്കിൽ വെയിൽ സമയത്തോ ഈ ഒരു മോഡിൽ നമ്മൾ വാഹനം AC ഇട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ടയേർഡ് ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡ് ഒഴിവാക്കി നമ്മൾ വെയിൽ സമയത്ത് ഓടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.